നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി കൂടി ജനങ്ങൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കാരണം വരാൻ പോകുന്ന മണിക്കൂറിൽ ഇന്ന് രാത്രിയും അതിശക്തമായ മഴ ഉണ്ടാകാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് വരുന്നുണ്ട്. മാത്രമല്ല, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് 5 ഇരട്ടി മഴയാണ് പത്തനംതിട്ടയിൽ ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്തും അനുബന്ധ അന്തരീക്ഷ മേഖലയിലും രൂപപ്പെട്ട ശക്തമായ ചക്രവാത ചുഴി മധ്യ തെക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും വൻ ഭീഷണി ഉയർത്തുന്നു. ഇതിന്റെ ആഘാതത്തിൽ വരുന്ന 3 ദിവസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് 7 വരെ സംസ്ഥാനത്തുടനീളം കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ പ്രാദേശികമായി രൂപപ്പെടുന്ന ഇത്തരം അന്തരീക്ഷ വ്യതിയാനങ്ങൾ കേരളത്തിലെ കാലാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. മഴ കനത്തതോടുകൂടി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന വൻ കാറ്റിനും സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്രയും അധികം ജില്ലകളിൽ ഒരുമിച്ച് ഉയർന്ന മുന്നറിയിപ്പ് വരുന്നത് ഭരണകൂടത്തെയും ദുരന്ത നിവാരണ സേനകളെയും വലിയ സജ്ജീകരണങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, സംസ്ഥാനത്തുടനീളം തുടരുന്ന മഴക്കെടുതിയിൽ ഇതുവരെ 15 ജീവനുകളാണ് പൊലിഞ്ഞത്. മരങ്ങൾ കടപുഴകി വീണും പ്രളയജലത്തിൽ അകപ്പെട്ടും ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിലുമാണ് ഭൂരിഭാഗം പേർക്കും ജീവൻ നഷ്ടമായത്. വിവിധ ജില്ലകളിലായി താലൂക്ക് തലത്തിൽ 300-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തന്നെ തുറന്നു കഴിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വലിയ പ്രതീക്ഷകൾക്ക് വഴിവെക്കുന്നുണ്ട്. പല ക്യാമ്പുകളിലും ആവശ്യത്തിന് കുടിവെള്ളമോ ഭക്ഷ്യധാന്യങ്ങളോ മരുന്നുകളോ സമയത്തിന് എത്തുന്നില്ലെന്ന് ക്യാമ്പ് അന്തേവാസികൾ പരാതിപ്പെടുന്നു. മഴക്കെടുതി കൈകാര്യം ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും റവന്യൂ വകുപ്പിന്റെയും ഏകോപനമില്ലായ്മ ചിലയിടങ്ങളിൽ ദുരിതത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്കുള്ള സാധ്യത അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെസ്റ്റ് കോസ്റ്റ് ഡിവിഷനിലെ നദികളിലും ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിലെ മലയോര തോട്ടങ്ങളിലും ജലനിരപ്പ് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപകട സാധ്യത മുന്നിൽ കണ്ട് നദീതീരങ്ങളിലും താഴ്ന്ന ഡാമുകളുടെ താഴത്തെ പ്രദേശങ്ങളിലും താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ റവന്യൂ അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ശക്തമായ കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോകുന്നതും മരങ്ങൾ വീണുണ്ടാകുന്ന അപകടങ്ങളും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നതനുസരിച്ച് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്നവർ പകൽ സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള ക്യാമ്പുകളിലേക്ക് മാറണം. അപകടാവസ്ഥയിലുള്ള മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും കണ്ടെത്തി അടിയന്തരമായി നീക്കം ചെയ്യാൻ KSEBക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ശക്തി പ്രാപിച്ചിരുന്ന സാഹചര്യത്തിൽ ജലാശയങ്ങൾക്ക് സമീപമുള്ള വിനോദസഞ്ചാരം, സെൽഫി ചിത്രീകരണം, നദികളിൽ ഇറങ്ങിയുള്ള കുളി, മീൻപിടുത്തം എന്നിവയ്ക്ക് സംസ്ഥാനത്തുടനീളം പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേൽപ്പാലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്നതും ജലാശയങ്ങൾക്ക് സമീപമുള്ള വഴികളിലൂടെയുള്ള അനാവശ്യ യാത്രകളും ഒഴിവാക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. പലയിടങ്ങളിലും റോഡുകൾ മുങ്ങിയ നിലയിലാണ്. അതിനാൽ തന്നെ യാത്രാ അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയേറെയാണ്. മാത്രമല്ല, തീരദേശ മേഖലകളിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശങ്ങളിൽ കടൽഭിത്തി തകർന്ന ഭാഗങ്ങളിൽ വെള്ളം കയറി നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. കൺട്രോൾ റൂമുകൾ തുറന്ന സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴ കനക്കുന്നതോടുകൂടി വൈദ്യുതി ബന്ധം പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ഗ്രാമീണ മേഖലകൾ ഒറ്റപ്പെടുത്തിയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയും ഉണ്ടാകാറുണ്ട്. പ്രധാന നഗരങ്ങളായ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പോലെയുള്ള താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് നഗരജീവിതത്തെയും ഗതാഗതത്തെയും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലകളിലും കോടികളുടെ നഷ്ടമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥ മൂലമുണ്ടാകുന്ന തീവ്ര മഴയും അതിവൃഷ്ടിയും ഇനിയും തുടരുമെന്ന സൂചനകളാണ് ഈ ചക്രവാത ചുഴി നൽകുന്നത്. അടുത്ത 3 ദിവസങ്ങളിൽ നിർണായകമായ മുൻകരുതലുകൾ പാലിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും അത്യാവശ്യ ഘട്ടത്തിൽ താലൂക്ക്, ജില്ലാ ദുരന്ത നിവാരണ കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെട്ടുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു.
സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലകളിലും സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ വൻതോതിൽ അധിക മഴ രേഖപ്പെടുത്തിയപ്പോൾ കാസർഗോഡും വയനാടും മാത്രമാണ് കനത്ത മഴയിൽ നിന്ന് വലിയ അളവിൽ ഒഴിവായത്. ഇപ്പോഴും പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയാണ് തുടരുന്നത്. ആ ജനങ്ങളുടെ പ്രതികരണം നമുക്ക് കേൾക്കേണ്ടതുണ്ട്, ആ ജനങ്ങളെ അറിയേണ്ടതുണ്ട്. എന്തായാലും പലയിടങ്ങളിലും ദൃശ്യമാധ്യമങ്ങൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അവിടേക്ക് അതായത് അവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജനങ്ങൾ ഉള്ളതെന്ന് അറിയിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. മഴ അല്പമായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ, പക്ഷെ അപ്പോഴും രാത്രിയിൽ ഭീതിജനകമായ സാഹചര്യമാണുള്ളത്. അതായത് കരുതൽ വേണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതുപോലെ കരുതൽ വേണം രാത്രി സമയങ്ങളിൽ. അതുകൊണ്ട് ആരും അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള കൃത്യമായ വിവരമുണ്ട്. അതുപോലെ തന്നെ ഈ ആറുകളുടെ പരിസരത്തുള്ളവർ കഴിയുന്നത്രയും വേഗം മാറി താമസിക്കേണ്ടതുണ്ട്. അതിൽ പകുതി മുക്കാൽ ആളുകളും ഇപ്പോൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും നിലവിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഇന്നലെ ഈ റോഡിൽ വെള്ളമില്ലായിരുന്നു. ഇപ്പൊ റാന്നിന്നുള്ള മെസ്സേജ് അവിടുന്ന് വെള്ളം ഇരുത്തുന്നതിനനുസരിച്ച് ഇവിടെ ഒരു 2-3 അടി വെള്ളം കൂടെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? 18-ലെ വെള്ളം കയറി, 18-ലെ വെള്ളം കയറിയത്. ജലനിരപ്പ് ഇപ്പൊ ഇന്നലത്തെക്കാട് കൂടി. ഇന്നലെ വൈകിട്ടില്ല വെള്ളം. ഇന്നലെ വൈകിട്ട് റോഡിൽ വെള്ളമില്ല. കൂടുതലാ. വൈകിട്ടേ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു. ഇപ്പോഴാ ഇന്നലെ രാത്രി ഒരു 10 മണിയോട് കൂടിയാ കൂടുതൽ വെള്ളം വരുന്നത്. അതിലും കൂടുതലായി ഇപ്പൊ വീണ്ടും വെള്ളം കൂടുന്നുണ്ട്. ഇപ്പൊ ഈ മണിമലയാറ്റിലെ വെള്ളം വരുന്നത് പമ്പയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മൂഴിയാറ് തുറന്നു വിട്ടാൽ അവിടെ നിന്ന് വീണ്ടും വിട്ടാൽ ഇനിയും കൂടും. വീണ്ടും കൂടും. കൂടുതൽ ആൾക്കാർ വലിയ കഷ്ടതയിലാണ് ഇവിടെ എല്ലാം കഴിയുന്നു. നിങ്ങളുടെയൊക്കെ വീടുകളുടെ അവസ്ഥ എന്താ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറിയേക്കോ. ഞങ്ങൾക്ക് ആവശ്യത്തിന് കല്ലിശ്ശേരിക്ക് പോയതാ. അപ്പൊ അങ്ങോട്ട് വരെ പോയില്ല, പകുതി വരെ പോയതുള്ളൂ. തിരിച്ചിങ്ങ് വരുവാ. ഇനി എത്ര ദൂരം അങ്ങോട്ട് നടക്കണം? ഇനി ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ, 1.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം. 2.5 മണിക്കൂർ കൊണ്ടേ ചെല്ലത്തുള്ളൂ. ഈ സ്പീഡിലല്ലേ മാത്രമല്ല. ഇവിടെ ദുരന്ത സേനയുടെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ വന്ന ആൾക്കാരെ കയറ്റുന്നുണ്ട്.